ഈ അരവിന്ദൻ എവിടെയുണ്ടെന്ന് നീ കണ്ടുപിടിച്ചോ? ഒളിവിൽ താമസിപ്പിക്കായിരുന്നോ? ആഹാ, കൊള്ളാലോ. ആന്റി, ഇനിയിപ്പോ എന്താ നിന്റെ പ്ലാൻ? മോനെ അതൊന്ന് പറഞ്ഞതാ. അമ്മേ സൂപ്പർ ആയിട്ടുണ്ട്, നിർത്തണ്ട, കണ്ടിന്യൂ. ഒരു കാര്യം ചെയ്യ്, ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞ വസു ശിവാനിയെ കേക്കും. ഞാൻ ഇവിടെ നിന്നൊന്ന് മാറട്ടെ. വാ, എന്താ പറയുന്നെന്ന് കേൾക്കാം. നീ വാ. എല്ലാവരും കേൾക്കുന്നുണ്ടോ? ഉറക്കെ വേണം പറയാൻ, മറക്കല്ലേ. ആ, അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം. നീ എന്താ ചെയ്യുന്നെന്നൊന്ന് പറ. അത് അമ്മയ്ക്ക് അറിയാലോ, വച്ച് കാച്ചിക്കോ. ആണോ? അതെന്തായാലും നന്നായി. അവനെ പിടിച്ചേ അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി പൂട്ടിയിട്. നല്ല ഇടി കൊടുക്കണം കേട്ടോ. അരവിന്ദോ കിരവിന്ദോ ആരും ആയിക്കോട്ടെ, ഇടിച്ചവന്റെ പദം വരുത്തണം, സത്യം പറയിപ്പിക്കണം. രണ്ടെണ്ണോ ഇപ്പൊ പേടിച്ച് കാണൂല്ലോ അമ്മേ. ആ, പേടിപ്പിച്ചാ മാത്രം പോരാ, കോടതിയിൽ അവനെ ഹാജരാക്കണം. കള്ളമൊഴി അവനെ കൊണ്ട് പറയിപ്പിച്ചതാണെന്ന് അവൻ തന്നെ പറയണം കോടതിയിൽ. ആ മതി മോനെ, നിധിയെ പുറത്തിറക്കാൻ അത്രയും ചെയ്താ മതി. ആ ശിവാനിയാണ് എല്ലാം ചെയ്യിപ്പിച്ചതെന്ന് അതോടെ തെളിയിക്കാൻ നമുക്ക്. എത്രയും വേഗം നീ പോയി അവനെ പിടിക്കേ. ചെല്ല്. എടാ, വസു ശിവാനിയും പിടിച്ചോണ്ട് പോയി ഇവിടുന്ന്. ആ അമ്മ ഫോൺ കട്ടിയണ്ട, അവരെന്താ സംസാരിക്കുന്നത് ശ്രദ്ധിക്കേ, എന്നിട്ട് അതെന്നെ അറിയിക്കേ. അതൊക്കെ ഞാൻ ഏറ്റു. എനിക്ക് എത്രയും വേഗം നിധി ഈശ്വരമംഗലത്ത് തിരിച്ചെത്തണം. അതിനപ്പുറം ഒന്നും വേണ്ട. ആ ഒന്ന് വേഗം ചെല്ലേ, അവര് പറയുന്ന കേക്ക്. നിക്കേ, നീ ഹോൾഡ് ചെയ്തോ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ആന്റി ഇങ്ങോട്ട് വന്നേ. എടി, ഈ അരവിന്ദൻ എന്ന് പറയുന്ന ആളാണോ നിധിക്കെതിരെ മൊഴി നൽകിയിരിക്കുന്നത്? അതെ ആന്റി, ആ പൂക്കടക്കാരന്റെ പേര് അരവിന്ദൻ. അയാളെ ഇപ്പൊ ഗൗതം പിടിച്ചോണ്ട് പോകാൻ പോകുന്ന.